എൻ്റെ മാത്രം ഭാഗം 3. ഫോൺ വിളി കഴിഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ആശി നേരെ പോയത് ദേവിൻ്റെ മുറിയിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും അറിയാതെ ചുരുണ്ടുകൂടി കിടക്കുന്നവനെ കാണവേ ആശി വാത്സല്യത്തോടെ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ശേഷം AC അഡ്ജസ്റ്റ് ചെയ്ത് അവനെ നന്നായി പുതപ്പിച്ച ശേഷം പുറത്തേക്കിറങ്ങി. ഹാളിൽ തന്നെ ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്ന ലോകിനെ കാണവേ ആശി അവനടുത്തേക്ക് പോയിരുന്നു. നിനക്ക് കിടക്കാനൊന്നുമില്ലേ ആശി? ഇല്ലടാ, എനിക്കെന്തോ ഉറക്കമൊന്നും വരില്ല ഇപ്പോൾ കിടന്നാൽ. ആ പിന്നെ നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഐ മീൻ മാരേജ്? ആശി ചോദിച്ചപ്പോൾ ലോക് പുഞ്ചിരിയോടെ അവനെ നോക്കി. നാളെ പ്രത്യേകിച്ചൊന്നുമില്ലടാ, അടുത്തുള്ള അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട്, പിന്നെ ഇവിടെ രാത്രി ഒരു റിസപ്ഷനും. ഓക്കെ, താലികെട്ട് കഴിഞ്ഞ് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനിയിപ്പോൾ റിസപ്ഷനും കൂടി കഴിഞ്ഞു പോകാം. ചെറിയ പുഞ്ചിരി വരുത്തിക്കൊണ്ട് ആശി പറഞ്ഞപ്പോൾ ലോക് തലയാട്ടി ചിരിച്ചു. പോകും, നീ മാത്രം. നാളെ ഒന്നാവട്ടെ, എനിക്കെൻ്റെ പൊന്നിനെ എല്ലാ അർത്ഥത്തിലും എൻ്റേത് മാത്രമാക്കണം. പിന്നെ എന്നിൽ നിന്നൊരു മോചനം അവന് ഈ ജന്മം ഉണ്ടാവില്ല. കീച്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ ലോക് ഓർത്തു. എന്നാ ഓക്കേടാ, സമയം കുറേ ആയില്ലേ, ഞാനും ചെന്ന് കിടക്കട്ടെ, നാളെ മോർണിംഗ് എഴുന്നേൽക്കേണ്ടതല്ലേ? പറഞ്ഞുകൊണ്ട് ആശി എഴുന്നേറ്റപ്പോൾ ലോകും ചിരിയോടെ തലയാട്ടി. ഓക്കേടാ, ബായ്, ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞ് ആശി അവിടെ നിന്നും ദേവ് കിടന്ന മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവൻ പോണത് നോക്കി നിന്ന ശേഷം ഹാളിലെ സോഫയിലേക്ക് ചാഞ്ഞു കിടന്ന ലോകിൻ്റെ ഉള്ളിൽ അവൻ്റെ മാത്രം പ്രാണൻ്റെ മുഖമായിരുന്നു. കണ്ട അന്ന് മുതൽ അവനൊരു കൗതുകം തന്നെയായിരുന്നു. ആദ്യത്തെ പരിചയപ്പെടലിൽ തന്നെ കണ്ണും വിടർത്തി നോക്കി നിന്ന ആ കുഞ്ഞുമുഖം വന്ന് പതിഞ്ഞത് ഈ ഇടനെഞ്ചിൽ തന്നെയായിരുന്നു. പിന്നെ ആശിയുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ പരിസരം മറന്ന് നോക്കി നിൽക്കുന്നവനെ കാണവേ താൻ പോലും ഒന്ന് പിടഞ്ഞു പോയിട്ടുണ്ട്, നെഞ്ചിൽ തുളഞ്ഞു കയറും പോലുള്ള നോട്ടത്തിൽ. എന്നാൽ പിന്നെ അതിൽ പ്രണയത്തിൻ്റെ ലാഞ്ചന കണ്ടപ്പോൾ താൻ തന്നെയായിരുന്നു ആശയോട് വേറൊരു റിലേഷനിലാണെന്ന് പറഞ്ഞത്, അതും ഓഫീസിൽ തൻ്റെ PA ആയി നിൽക്കുന്ന കാവേരിയെ വെച്ച്. തന്നോടുള്ള പേടിയും പണത്തിനോടുള്ള ആർത്തിയും കാരണം കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മറുത്തൊന്നും പറയാതെ കാവേരിയും കൂടെ നിന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഇതിനൊക്കെ പിന്നിലെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ അറിയാമായിരുന്നു ദേവിന് തന്നോട് വെറുമൊരു അട്രാക്ഷനോ ടൈം പാസോ അതോ ജീവനോ എന്ന് അറിയണമായിരുന്നു. താൻ ഒട്ടും വിചാരിക്കാത്ത നേരത്തായിരുന്നു അവൻ വന്ന് കയ്യിൽ പിടിച്ചു നിർത്തി ഇഷ്ടം തുറന്നു പറയുന്നത്. സത്യം പറഞ്ഞാൽ അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും വിറങ്ങലിച്ചു നിന്നത് കൊണ്ടാ ഒന്നും പറയാനാവാഞ്ഞത്. മുന്നിൽ ഇഷ്ടം പറഞ്ഞ് കണ്ണുകൾ ഇറുക്കെ പൂട്ടി നിൽക്കുന്നവനെ പ്രണയത്തോടെ വാത്സല്യത്തോടെ ആയിരുന്നു നോക്കിക്കണ്ടത്. അവൻ്റെ മനസ്സിലുള്ളത് അറിയാനും വേണ്ടിയാ അവിടെ നിന്ന് മാറി ദേഷ്യത്തിൽ നോക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് 2 വർഷവും മിണ്ടാൻ വരുന്നവൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഒടുക്കം ദേഷ്യത്തിൽ ഒരു ദിവസം ഉത്തരം തരണം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോൾ കാവേരിയുടെ കാര്യം പറഞ്ഞു, കൂടെ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാകുമെന്നും. ആ നിമിഷം തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവൻ പറയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഞെട്ടലോടെ കാലിടറി പിന്നോട്ടാനവനെ കാണവേ ഓടിച്ചെന്ന് നെഞ്ചോട് ചേർക്കാൻ ഒരുങ്ങും മുന്നേ ആശി വന്നവനെ ചേർത്ത് പിടിച്ചിരുന്നു. പിന്നെ അവിടെ നിൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞുള്ള ഒരാഴ്ച അവിടെ നിന്ന് മാറിയത് എൻ്റെ പ്രാണനെ എൻ്റേത് മാത്രമാക്കാനുള്ള കാത്തിരിപ്പിന് അവസാനം കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഇന്നിതാ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ രാത്രി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് എൻ്റെ അല്ല, നമ്മുടെ പ്രണയ നാളുകളാണ് പൊന്നെ. ദേവിനെ ഓർത്തുകൊണ്ട് വരാൻ പോകുന്ന നല്ല നാളുകൾ ഓർത്തുകൊണ്ട് ലോകും പതിയെ കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് രാവിലെ ആശിക്കൊപ്പം തന്നെ ദേവും എഴുന്നേറ്റിരുന്നു. 3 പേരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ ലോകിൻ്റെ മിഴികൾ ഇടയ്ക്കിടെ ദേവിലേക്ക് പതിഞ്ഞെങ്കിലും താൻ എന്നൊരാൾ അടുത്തുള്ളത് പോലും ശ്രദ്ധിക്കാതെ തലയും താഴ്ത്തി ചായ കുടിക്കുന്നവനെ കാണവേ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ലോക്, നമുക്കെന്നാൽ ഒരുങ്ങി ഇറങ്ങിയാലോ? കാവേരിയും ഫാമിലിയും 10 മണിക്ക് അവിടെ എത്തുമെന്നല്ലേ പറഞ്ഞത്? കുറച്ചു നേരത്തിന് ശേഷം കയ്യിലെ വാച്ചിൽ 9 മണി എന്ന് കണ്ട ആശി ലോകിനെ നോക്കി ചോദിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്ന ദേവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ലോക് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ്സ് മുറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പേരും അത് ഇടണം, ഓക്കെ? ലോക് പറഞ്ഞ ഉടനെ ദേവ് അവർക്ക് കൊടുത്ത മുറിയിലേക്ക് കയറിപ്പോയി. അത് നോക്കി നിന്ന ലോകിൻ്റെ തോളിൽ ഒന്ന് കൈയമർത്തിക്കൊണ്ട് ആശിയും ആ റൂമിലേക്ക് കയറിയപ്പോൾ തിരിഞ്ഞു നിന്ന ലോക് ദേഷ്യത്തിൽ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. കുറച്ചു നേരമേ ആയുള്ളൂ എങ്കിലും ദേവിൻ്റെ അവഗണന തനിക്ക് തീരെ സഹിക്കാനാവുന്നില്ലെന്ന് അവൻ അമർഷത്തോടെ ഓർത്തു. അതോടൊപ്പം ഇത്രയും നാൾ താൻ ഇതേ പ്രവൃത്തി ചെയ്തപ്പോൾ ദേവും എത്രമാത്രം വിഷമിച്ചുണ്ടാകും എന്നും അവൻ വേദനയോടെ ഓർത്തു. പിന്നെ ഇന്ന് തന്നെ എല്ലാം കളങ്ങി തെളിയുമല്ലോ എന്ന ആശ്വാസത്തിൽ അവനും റെഡിയാവാനായി പോയി. റെഡിയായി പുറത്തേക്ക് വന്ന ആശിയും ദേവും കാറിനടുത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന ലോകിനെ കണ്ട് ഒരു നിമിഷം നിന്ന് പോയി.
കാരണം എന്തെന്നാൽ ലോകും ദേവും ഒരുപോലെ വരുന്ന ഗോൾഡൻ കളർ കുർത്തിയാണ് വേഷം. ആ റെഡി ആയില്ലേ, പോയാലോ, അവിടെയെല്ലാം ഓക്കെയാണ്. സന്തോഷത്തോടെ ലോക് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചോദിക്കാതെ ആശി ഒന്ന് തലയാട്ടി. പിന്നെ അടുത്ത് നിൽക്കുന്ന ദേവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. അധികം വൈകാതെ അവരുടെ കാർ അമ്പലം ലക്ഷ്യമാക്കി നീങ്ങി. വണ്ടിയിൽ ലോകും ആശിയും ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ദേവ് മൗനമായി ഇരിക്കുകയാണ് ചെയ്തത്. ഇടയ്ക്ക് വല്ലാത്തൊരു ഭാവത്തിൽ ലോകിനെയും ആശിയെയും നോക്കുന്നുമുണ്ട്. അതൊക്കെ സങ്കടം കൊണ്ടാണെന്ന് ആശിക്ക് തോന്നിയെങ്കിലും അവനുള്ളിലെ ചിന്ത പലവിധമായിരുന്നു. എന്നാൽ അവിടെ എത്തി 10 മണിയായിട്ടും കാവേരിയെയോ കുടുംബത്തെയോ കാണാതെ വന്നപ്പോൾ ആശി സംശയത്തോടെ ലോകിനെ നോക്കി. അവനിൽ സന്തോഷം മാത്രമായിരുന്നു. തെളിഞ്ഞ മുഖത്തോടെയാണ് നിൽപ്പ്. ഡാ, അവരെ കാണാനില്ലല്ലോ, മുഹൂർത്തത്തിന് സമയമായില്ലേ? സംശയത്തോടെ ആശി ചോദിച്ചപ്പോൾ ലോക് അവനെ നോക്കി ചിരിച്ചു. നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആശി, ആദ്യം നമുക്ക് അകത്ത് കയറി തൊഴാം, അപ്പോഴേക്കും അവരും വന്നോളും. അത്രയും പറഞ്ഞുകൊണ്ട് ലോക് അകത്തേക്ക് കയറിയപ്പോൾ ആശി ദേവിൻ്റെ കയ്യിൽ പിടിച്ച് പുറകെ നടന്നു. ആദിപരാശക്തിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ദേവിന് ഒന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിരുന്നത് തൻ്റെ പ്രാണനെ തനിക്ക് തന്നെ തരണേ എന്നാണല്ലോ. പക്ഷേ ഇനി അങ്ങനെ പറയാനുള്ള അവകാശമില്ലല്ലോ. അതുകൊണ്ട് തന്നെ താൻ മനസ്സിൽ വിചാരിച്ച് തീരുമാനിച്ച കാര്യമെങ്കിലും തടസ്സം കൂടാതെ നടത്തിത്തരണേ എന്നവൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. എന്നാൽ ഒട്ടൊരു നിമിഷത്തിന് ശേഷം കഴുത്തിൽ എന്തോ ഇഴയും പോലെ തോന്നിയ ദേവ് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുസൃതി ചിരിയോടെ മിഴികളിൽ പ്രണയം നിറച്ചുകൊണ്ട് തൻ്റെ കഴുത്തിൽ മാല അണിയിച്ചു തരുന്ന ലോകിനെ കണ്ടു. ആ നിമിഷം ലോകം തന്നെ നിശ്ചലമായതുപോലെ ദേവിന് തോന്നി. ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ടവൻ ലോകിനെ തുറച്ചു നോക്കി. അപ്പോഴേക്കും മാല ഇട്ട് കഴിഞ്ഞ ലോകിനെ പിടിച്ച് തിരിച്ചു നിർത്തി ആശി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. നിനക്കെന്താ ഭ്രാന്താണോ ലോക്? ഇവനെ കല്യാണം കഴിക്കാനാണോ ഇവിടേക്ക് വന്നത്? എവിടെ അവളെവിടെ കാവേരി? നീ എന്താ ഒന്നും മിണ്ടാതെ പൊട്ടൻ കളിക്കുക? അടിക്കിട്ടിയ കവിളിൽ ചെറുതായി തലോടി ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി ആശി ദേഷ്യത്തിൽ മുരണ്ടു. ദേവ് അപ്പോഴും ഞെട്ടലിലായിരുന്നു. കുറച്ചു മുന്നേ നടന്നത് വിശ്വസിക്കാൻ പോലും ആകാതെ. ലോക്, എൻ്റെ കൺട്രോൾ പോയി നിൽക്കുക ഞാൻ. നീ കാര്യം എന്താണെന്ന് പറയുന്നുണ്ടോ? ആശി വീണ്ടും ചോദിച്ചപ്പോൾ ലോക് അവനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്ന ദേവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പറയാനൊന്നുമില്ല ആശി, ഇവൻ എൻ്റെ പ്രാണനാണ്, ഇപ്പോൾ എൻ്റെ ജീവിതവും. ത്രിലോക്നാഥ് അന്നും ഇന്നും സ്നേഹിച്ചത് ഈ നിൽക്കുന്ന ദേവാൻഷിനെയാണ്. അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ ആശിയിൽ ആദ്യം ഞെട്ടലുണ്ടായി. പിന്നെ അത് സന്തോഷത്തിലേക്ക് വഴിമാറി. എടാ, അപ്പോൾ നിനക്കെൻ്റെ കുഞ്ഞിനെ ഇഷ്ടമാണോ? എനിക്ക് സന്തോഷമായടാ. നിറഞ്ഞ കണ്ണോടെ ആശി പറഞ്ഞപ്പോൾ ലോക് അവനെ ചിരിയോടെ നോക്കി. എന്നാൽ അരികിൽ ചേർത്ത് പിടിച്ചവൻ്റെ ദേഹം ഭാരമില്ലാതെ വീഴാൻ പോയത് അറിഞ്ഞ ലോക് ഞെട്ടിക്കൊണ്ട് ദേവിനെ നോക്കിയപ്പോൾ കണ്ടു വായിൽ നിന്നും രക്തം ഒഴുകി ബോധം മറിഞ്ഞു കിടക്കുന്നവനെ. അൻഷ്, ദേവൂട്ടാ! ആശിയുടെയും ലോകിൻ്റെയും ശബ്ദം ഒരുപോലെ അവിടെ ഉയർന്നു.